കോട്ടയം സ്വദേശികളായ സഹോദരിമാരുടെ മൃതദേഹം ദുരൂഹ സാഹചര്യത്തിൽ കന്യാകുമാരിയിൽ കടലിൽ കണ്ടെത്തി. അമേരിക്കയിൽ നിന്ന് അടുത്തിടെ നാട്ടിലെത്തിയ കോട്ടയം കിടങ്ങൂർ സ്വദേശികളായ ആൻ ഫിലിപ്പ്, ഇളയ സഹോദരി മീര ഫിലിപ്പ് എന്നിവരാണ് മരിച്ചത്. വിനോദയാത്രയ്ക്ക് പോയ ഇവരെ കഴിഞ്ഞ 26-ാം തീയതി മുതൽ കാണാതായിരുന്നു. ഇരുവർക്കും എന്താണ് സംഭവിച്ചത്? അപകടം പറ്റിയതാണോ, അതോ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ? ബന്ധുക്കളുടെ പരാതിയിൽ കന്യാകുമാരി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കോട്ടയം കിടങ്ങൂർ സൗത്ത് ചന്തക്കവലയിൽ ഏടാട്ട് വീട്ടിൽ ഫിലിപ്പ്, മേരിക്കുട്ടി ദമ്പതിമാരുടെ മക്കളാണ് മരിച്ച ആൻ ഫിലിപ്പും മീര ഫിലിപ്പും. അമേരിക്കയിൽ നിന്ന് അടുത്തിടെ നാട്ടിലെത്തിയ ഇരുവരും രാമേശ്വരം, മധുര തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ച് 26-ന് വൈകിട്ടാണ് കന്യാകുമാരിയിലെത്തി ഹോട്ടലിൽ മുറിയെടുത്തത്. പിറ്റേന്ന് ഇവിടെ നിന്നും പുറത്തുപോയ ഇവർ 2 ദിവസം കഴിഞ്ഞിട്ടും ഹോട്ടലിൽ തിരിച്ചെത്തിയില്ല. ഹോട്ടൽ ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് കന്യാകുമാരി പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇവർ നൽകിയിരുന്ന മൊബൈൽ നമ്പറിൽ വിളിച്ച് ഹോട്ടൽ ജീവനക്കാർ യുവതികളുടെ അമ്മ മേരിയെ വിവരമറിയിച്ചു. തുടർന്ന് പിതാവിന്റെ സഹോദരനും ബന്ധുക്കളും കന്യാകുമാരിയിലെത്തി വിവിധയിടങ്ങളിൽ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. ബന്ധുക്കളുടെ പരാതിയിൽ കന്യാകുമാരി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരുന്നതിനിടെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. രാവിലെ കന്യാകുമാരിയിലെ വാവാതുറൈ ചൂണ്ടവളവ് പ്രദേശത്ത് കടലിൽ മത്സ്യബന്ധത്തിന് പോയ മത്സ്യത്തൊഴിലാളികളാണ് 2 മൃതദേഹങ്ങളും കണ്ടെത്തി കരയിലെത്തിച്ചത്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി നാഗർകോവിൽ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. 15 വർഷമായി വിദേശത്ത് ജോലി നോക്കുന്ന സഹോദരങ്ങൾ അവധിക്കാലത്ത് ഒത്തുകൂടി വിനോദയാത്രകൾക്ക് പോകുന്നത് പതിവായിരുന്നു. 35 വയസ്സുള്ള ആനി ഫിലിപ്പ് എക്സ്റേ ടെക്നീഷ്യനാണ്. 32-കാരി മീര ഫിലിപ്പ് എഞ്ചിനീയറും. ലണ്ടനിൽ താമസിക്കുന്ന എലിസബത്ത് ഫിലിപ്പാണ് സഹോദരി. പോസ്റ്റ്മോർട്ടത്തിലെ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കന്യാകുമാരി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.